ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനാണ് കേട്ടോ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ചെറുകോൽപ്പുഴ പമ്പാ തീരത്താണ് ഇത് നടക്കുന്നത്. ഫെബ്രുവരി മാസങ്ങളിലാണ് എല്ലാ വർഷവും നടക്കുന്നത്. അപ്പം ഇതോട് അനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും ഈ കൺവെൻഷൻ കൂടാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വർഷം ആയി പോയിട്ട്, കാരണം കല്യാണത്തിന് ശേഷം ഞാനത് പോയിട്ടില്ല. അപ്പോൾ ഇത്തവണ ഒരുപാട് ആഗ്രഹിച്ചാണ്. കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോകാൻ പറ്റി. അപ്പോൾ ഈ കൺവെൻഷന് ഞങ്ങളൊക്കെ മെയിനായിട്ട് വന്ന പന്തലിൽ കയറുന്നതിനെക്കാട്ടി കൂടുതൽ സമയം നമ്മൾ ഇതേപോലെയുള്ള കടകളിലായിരിക്കും കയറുന്നത്. ഇതേപോലെ പന്തലിൽ കയറാതെ കടകളിൽ മാത്രം വന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. നീരുവിനൊരു കളിക്കുന്ന ഒരു വണ്ടി അമ്മ അച്ഛനോട് വാങ്ങിച്ചു കൊടുത്തു. വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഒരു വെള്ളവും കുടിച്ചു. പിന്നെ എല്ലാം നമ്മൾ എല്ലാ പരിപാടിക്കും ഇതൊക്കെ തന്നെ കാണുന്നതല്ലേ. അപ്പോൾ പാലക്കാടൻ കത്തിയും മുണ്ടും കുത്താമ്പുള്ളി മുണ്ടുകളൊക്കെ കുറേ കണ്ടു കേട്ടോ. കൈത്തറിക്കടയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചൊന്ന് നടന്നിട്ട് തിരിച്ചു പോന്നു. വെള്ളിയാഴ്ച ദിവസമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി, ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. പമ്പയുടെ തീരത്താണ്, മണൽ തീരത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ചൂട് സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും വേനൽക്കാലത്ത് കാണത്തില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ വെള്ളം. അപ്പോൾ ഈ ചെറുകോൽപ്പുഴ കൺവെൻഷൻ തന്നെ എപ്പോഴും ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ബസ്സിലിങ്ങനെ വരും, രാവിലെ വന്നിട്ട് വൈകിട്ടാണ് പോകുന്നത്. അതേപോലെ ഫുഡൊക്കെ എടുക്കും, ചോറും പൊതിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ അന്ന് പന്തലാണ്, ഓലപ്പന്തലായിരിക്കും, ഇരിക്കാൻ കസേര ഒന്നും കാണത്തില്ല. അപ്പോൾ ആ ചൂടത്ത് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോഴാണെങ്കിൽ ഫാനൊക്കെ ഉണ്ട്, വലിയ പന്തലൊക്കെയാണ്. പിന്നെ ഈ കൺവെൻഷൻ കഴിയുന്ന ദിവസമായിരിക്കും മാരാം കൺവെൻഷൻ തുടങ്ങുന്നത്. അതെല്ലാവർക്കും അറിയാം, ക്രിസ്തീയ കൺവെൻഷനാണ്. മാരാമണ് കോഴഞ്ചേരിയിലാണ് നടക്കുന്നത്, അതും പമ്പയുടെ തീരത്ത് തന്നെയാണ്. അപ്പോൾ ഈ 2 കൺവെൻഷനും ഒരാഴ്ചയിലാണ് നടക്കുന്നത്. അതായത് ഒരാഴ്ച ഇത് തുടങ്ങിക്കഴിഞ്ഞ് പിറ്റേ ആഴ്ച അടുത്തത് തുടങ്ങും. അങ്ങനെയാണ് ഈ കൺവെൻഷന്. അപ്പം കുറേ മെമ്മറീസ് ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മാരാം കൺവെൻഷൻ കൂടാൻ പറ്റി. കുഞ്ഞിനെ ഏട്ടനെ ആദ്യമായിട്ടാണ് അന്ന് കൺവെൻഷന് കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇരിക്കാൻ ചെയറുണ്ട്, ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. ഇതിപ്പോൾ അപ്പുറത്തെ കരയിലുള്ളവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക പാലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കാണാം. ഈ വർഷത്തെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ അങ്ങനെ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കിനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഓക്കെ, ബൈ.